ഒരു മിനിറ്റ്. ഹലോ, ആണോ പോലീസാ? RDPയുടെ പാർട്ടി ഓഫീസിലേതോ കള്ളം കയറി പാർട്ടിക്കാരും പോലീസുകാരും കൂടെ അവന്റെ പിറകെ നിന്ന് ഓടിയിട്ടുണ്ടെന്ന്. അപ്പോ ഇവൻ തന്നെ ആയിരിക്കും കേട്ടാ. ഇവനെ പിടിക്കുകയും ചെയ്യും, നമ്മളവിടുത്തെ കൊട്ടേഷൻ അവൻ പറയുകയും ചെയ്യും. നമ്മളോ? ഞാനും മമ്മി ഈ കാര്യത്തിൽ നിരപരാധികളാ. എനിക്ക് അറിഞ്ഞോണ്ടും കൂടെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞോടിക്കാൻ ലിഫ്റ്റ് വെച്ച് ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പോലീസ് എന്തായാലും അന്വേഷിച്ചു വരും. ധൈര്യം ഉള്ളവർക്ക് എന്നോട് വയ്ക്കാം. ഞാൻ എന്തായാലും നേരിടാൻ പോവാണ്. അതെ, ഇനി ഇവിടെ ഒന്ന് വിളിച്ചു പോയി നാട്ടുകാരെ അറിയിക്കാൻ നിൽക്കണ്ട. എന്തായാലും അകത്തോട്ട് കയറി വാ, അല്ലെങ്കിൽ എല്ലാ വിവരം പുറത്തുള്ളവരെ അറിയും. വാ അങ്ങട്. എടേ പെണ്ണേ മൂന്നാ എടാ, നീ ഇതെവിടെ പോരുന്നേ? നീ ഏതിലേ കൂടെ വന്നത് ഇങ്ങോട്ട്? മണിയേട്ട അവിടെ ഇരിക്കും, ഞാൻ പറയാന്ന്. ഇരിക്കന്നെ. നീ ഏത് വഴിയാത്തോട്ട് കയറിയത്? സാറേ പിടിച്ചോ. ഇതല്ലേ മറ്റേ ഫയല്? പപ്പായ തൊടല്ല, അത് തൊണ്ടി പോലാണ്. പോലീസ് ബാക്കിൽ നിന്ന് പപ്പായ കൂടെ പിടിക്കൂലേ? പോലീസോ? എന്തിന്? അതായത് മുകുന്ദ, RDPയുടെ പാർട്ടി ഓഫീസിൽ ഏവനും ഒരുത്ത മതിൽ കയറി ചെടി അവന്റെ പറയുന്നത് പാർട്ടിക്കാരും പോലീസും ഉണ്ടത് ഇപ്പൊ എനിക്ക് കോൾ വന്നതേ ഉള്ളൂ. എന്റെ പൊന്ന് സാറേ, അതെന്റെ ഒരു ഡിസ്ട്രാക്ഷൻ സെറ്റപ്പ് അല്ലേ? മനസ്സിലായില്ല? സാറ് ഈ അസൈൻമെന്റ് തന്നെ ഏൽപ്പിച്ചപ്പോ അപ്പൊ തന്നെ ഞാൻ 2 ജൂനിയേഴ്സിനെ ഈ പരിപാടി അങ്ങ് ഏൽപ്പിച്ചു. ഓഹോ. ഒരുത്തൻ ആൾക്കാരെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിട്ട് മതില് ചാടുമ്പോ വേറൊരുത്തൻ ഇപ്പുറത്തോടെ അകത്ത് കയറി ഈ 2 ഫയലും കൂടി ഹാക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്നു. സാറും മടിയിൽ കാശ് എടുത്ത് വെച്ചില്ലേ, അപ്പൊ തന്നെ നമ്മൾ നമ്മുടെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്താൽ പോകുന്നു. ഉണ്ടെന്ന് പേടിക്കണ്ട സാറ്. ഇത് മാത്രമേ ഉള്ളൂ നീ? മണി, അതൊന്നും വേണ്ട, ആണ് വിട്ടേക്ക് പോട്ടെന്ന്. അപ്പൊ ശരി. അപ്പോ ആയിക്കോട്ടെ. പക്ഷേ സാറേ, വില വർക്കുണ്ടെങ്കിൽ വിളിച്ചോളട്ടാ. ശരി ശരി. മോളെ, ജോർജ് ചേട്ടനോട് നമ്മുടെ കാര്യം പോട്ടെ. ഇനി ഈ കളൻ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടോണ്ടല്ലോ, 2 പേർക്ക് എന്നെ അതിന് കിട്ടും. അവനാള് വേന്ദ്രൻ തന്നെ കേട്ടാ. എന്തോ മടിയിൽ വെച്ചിട്ട് പൈസ എല്ലാം അടിച്ചു മാറ്റിക്കളാ. മടിയിൽ പൈസ അടിച്ചു പറ്റിയാ? പിന്നെ അല്ലാതെ ഞാൻ കൊടുത്തിട്ടാണോ അവ ഇറങ്ങി പോയത്? അവ അടിച്ചു മാറ്റിടേ, അതെല്ലാം പോയത് ധൈര്യമായിട്ട്. ഓ, ഇത് വല്ലാത്തൊരവസ്ഥയായി.